ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മെ ഈ ലോകത്ത് ജീവിക്കുന്ന കാലയളവിൽ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭക്തിയോടുകൂടെ പൂർണ്ണമായ ഈമാനോടുകൂടെ നിർവഹിച്ചുകൊണ്ട് ഏറ്റവും നല്ലവരായി കഴിയുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ നിയ്യത്ത് മറക്കാതിരിക്കുക. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പുതുക്കിക്കൊണ്ടിരിക്കുക. റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും രൂപപ്പെടുത്തിയ ശരീഅത്ത് അനുസരിച്ച് കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില നേട്ടങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അത്തരം നേട്ടങ്ങൾ ശരീഅത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ കിട്ടുകയുമുള്ളൂ. അതിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുന്ന ഒരു ഭാഗമാണ് റൂഹിയ്യത്ത് എന്നത്. ആത്മീയത എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ കേൾക്കാറുണ്ട്. അതിന് ഇസ്ലാം ദീൻ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥത്തിനേക്കാളും വികലമായ തലങ്ങളിലേക്കാണ് ആത്മീയത എന്ന് പറയുമ്പോൾ ആളുകൾ പോകുന്നത്. മതത്തിൽ ഇല്ലാത്ത പലതും കെട്ടിച്ചമച്ചുണ്ടാക്കി അതിതീവ്രമായ രൂപഭാവങ്ങളിലുള്ള പ്രകടനങ്ങളാണ് ആത്മീയതയുടെ പേരിൽ നമ്മൾ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് അത്. അതിന് ആത്മീയത എന്ന് പറയുന്നതിനേക്കാളേറെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പരിധിക്കകത്ത് നിന്നുകൊണ്ട് പറഞ്ഞാൽ ആത്മബോധം എന്ന് നമുക്ക് തിരുത്തി പറയാൻ സാധിക്കും. ആത്മാവിനുണ്ടാവേണ്ട ഒരു ബോധം. മനുഷ്യൻ എന്ന് നമ്മളെപ്പറ്റി പറയുമ്പോൾ രണ്ട് ഘടകങ്ങളാണ് നമുക്കൊക്കെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഒന്ന് ബാഹ്യമായ ഈ ശരീരം. നമ്മൾ നടക്കുന്നു, ജോലികൾ ചെയ്യുന്നു, കാണുന്നു, കേൾക്കുന്നു തുടങ്ങിയുള്ള ശരീരം ജൈവപരമായി ചെയ്യുന്ന കുറേ സംഗതികളുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹു ഏൽപ്പിച്ചതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അതിനേക്കാളേറെ പ്രവർത്തനക്ഷമമാവേണ്ടത് നമ്മിലുള്ള ആത്മാവാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ പക്കൽ നിന്ന് നമുക്ക് കനിഞ്ഞേകിയിരിക്കുന്ന നന്മയും തിന്മയുമൊക്കെ വേർതിരിച്ച് അറിയുവാൻ ശേഷിയുള്ള ഒരു സംഗതിയാണ് നമുക്ക് നൽകിയിരിക്കുന്ന റൂഹ് അഥവാ ആത്മാവ്.
ആ ആത്മാവിന് ഒരു തരത്തിലും പരിക്കേൽക്കാൻ പാടില്ല, കുറവുണ്ടാവാൻ പാടില്ല എന്നതാണ് പ്രധാനം. ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ വേണ്ട സന്ദർഭത്തിൽ ശരീരം അത് അറിയിക്കും. ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതൊക്കെ ശരീരം നമുക്ക് നൽകുന്ന ഒരു സിഗ്നലാണ്. അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിച്ചാൽ ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനം തുടർന്നു പോകും. അതേസമയം ആത്മാവിൻ്റെ വിളിയാളം, ആത്മാവ് നൽകുന്ന സിഗ്നൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതെന്താകുന്നു ആ വിളി അല്ലെങ്കിൽ അടയാളം? അത് മറ്റൊന്നുമല്ല, മനുഷ്യ നീ നന്മയിൽ തന്നെ ഉറച്ചു നിൽക്കണം. കാലും കൽബും തിന്മയിലേക്ക് പോവാൻ പാടില്ല എന്ന് നമ്മളുടെ റൂഹ് എപ്പോഴും നമ്മളെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കാൻ ഓടുന്നത് പോലെ ഈ ഒരു വിളി മനസ്സിനകത്തു നിന്ന് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് മനുഷ്യർ തെറ്റിലേക്ക് അധപ്പതിക്കുന്നത് എന്നാണ് മതം പറയുന്നത്. ഇങ്ങനെയുള്ള ആത്മീയത വളരെ ലളിതമാണ്, കെട്ടിച്ചമച്ച് ഉണ്ടാക്കേണ്ടതായിട്ട് ഒന്നുമില്ല. പൂർവികരായ സമുദായങ്ങളിൽ പലരും ആത്മീയതക്ക് അനാവശ്യമായ നിർവചനം കൊടുത്തിരുന്നു. അതിനെ ഖുർആൻ വിമർശിക്കുന്നുണ്ട്. വറഹ്ബാനിയതൻ ഇബ്തദഊഹ മാ കതബ്ന അലൈഹിം ഇല്ല ഇബ്തിഗാഅ റിദ്വാനില്ല. അവരുണ്ടാക്കിയ പൗരോഹിത്യം അല്ലെങ്കിൽ ആത്മീയത അത് വെറും ഒരു കപട വേഷം മാത്രമായിരുന്നു, കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അള്ളാഹു അങ്ങനെ അവരോട് കൽപ്പിച്ചിട്ടില്ല. അള്ളാഹു ആകെക്കൂടെ കൽപ്പിച്ചിരിക്കുന്നത് റിളുവാനുള്ള, അള്ളാഹുവിൻ്റെ റിളുവാൻ വേണം, തൃപ്തിയും പൊരുത്തവും വേണം. ഈ ലോകത്ത് ജീവിക്കുമ്പോഴൊക്കെ സമാധാനത്തോടുകൂടെ ആശ്വാസത്തോടുകൂടെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനപ്പുറത്ത് അള്ളാഹു എനിക്കൊരു വാതിൽ തുറന്നിട്ടുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടെ ജീവിക്കുവാനുള്ള ആത്മാവാണ്, ആത്മീയതയാണ് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത്. അതിനപ്പുറത്തേക്ക് തീവ്രമായി ചിന്തിക്കുന്നതൊക്കെ ഓരോ കാലത്തും ആളുകൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. അതിന് മതത്തിൻ്റെ പിൻബലമില്ല എന്നർത്ഥം. അപ്പം ആ രൂപത്തിലുള്ള ഒരു ആത്മബോധമാണ് ശരീഅത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിൻ്റെ പ്രധാനം നന്മയുടെ പക്ഷത്ത് നിൽക്കുക. കാരണം നന്മയെപ്പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. നന്മ ചെറുതും വലുതുമായ എന്തെല്ലാം ഉണ്ടോ അതിലൂടെ മുന്നോട്ട് പോയാൽ അവസാനം എത്തുന്നത് സ്വർഗമായിരിക്കും. അത് പരലോകത്തെ കാര്യം. ഈ ലോകത്തും അങ്ങനെ തന്നെയാണ്. ഒരാൾ നന്മയുടെ പക്ഷത്ത് മാത്രം നിൽക്കുകയാണെങ്കിൽ ഈ ലോകത്തും ഇന്നല്ലെങ്കിൽ നാളെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സത്ഫലം അയാൾക്ക് അനുഭവിക്കാൻ പറ്റും. ആ ഒരു വീര്യമാണ് നമ്മുടെ ആത്മാവായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മറുഭാഗത്തോ വഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ. നന്മയല്ലാത്ത എല്ലാ സംഗതികളും അധർമ്മമാണ്, തെറ്റുകളാണ്, കുറ്റങ്ങളാണ്, മോശമാണ്. അവയെല്ലാം കുറച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ എത്തിക്കുന്നത് നരകത്തിലേക്കായിരിക്കും. അത് പരലോകത്താണെങ്കിൽ അതിന് സമാനമായ ദുരന്തവും നരകവും ഒക്കെ തിന്മയിലൂടെ പോയാൽ ഈ ലോകത്തും മനുഷ്യർ അനുഭവിക്കേണ്ടി വരും, അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്മയെപ്പറ്റിയും തിന്മയെപ്പറ്റിയും ഉള്ള ബോധം മറന്നു പോവാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ബോധമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ആത്മഭാവം, ആത്മബോധം. അത് ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും നമ്മൾ പറയുന്ന ഭയഭക്തി അഥവാ തഖ്വയുടെയൊക്കെ നിലനിൽപ്പിന് ആവശ്യവുമാണ്. കേവലം ഞാനൊരു മുസ്ലിമാണ്, ഇസ്ലാമിൻ്റെ എല്ലാ ചിഹ്നങ്ങളും എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഒരു റൂഹിയത്ത്, ആത്മബോധം ഉണ്ടാവുകയില്ല. മതം എന്ന് പറഞ്ഞാൽ ഒരു കിണർ പോലെയാണ്.
കിണർ കുഴിക്കുമ്പോൾ ആദ്യമായി കുഴിക്കുമ്പോൾ തന്നെ ഉറവ് കാണുകയില്ല, കുറേ താഴത്തേക്ക് കുഴിക്കേണ്ടി വരും. അങ്ങനെയാണ് ആത്മബോധവും. മതത്തിൻ്റെ ആഴത്തിലേക്ക് പോയി കിട്ടുന്ന ഒരു സംഗതിയാണ് ആത്മബോധം എന്ന ഈ ഉറവ്. അപ്പം ഞാനൊരു മുസ്ലിം ആകുന്നു, എൻ്റെ പേര് ഇന്നതാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹു പറയുന്ന ഈ ആത്മബോധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ആചരിക്കുന്ന, എല്ലാ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളും യഥാസമയം ചെയ്യുന്ന, ഒരു രൂപത്തിലും തിന്മയുടെയും തെറ്റിൻ്റെയും ഭാഗത്ത് നിൽക്കാത്ത ഒരു മനസ്സാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്ന കിണറിലെ ഒരിക്കലും വറ്റാത്ത നീരുറവ. ആ ഉറവയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ജീവിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരവും നോമ്പും ഉംറയും ഹജ്ജുമായിട്ടുള്ള ധാരാളം ആരാധനകൾ ഇസ്ലാമിൽ നിശ്ചയിക്കുകയും ചെയ്തത്. അങ്ങനെയുള്ള ഒരു ആത്മബോധം വളർത്തിയെടുക്കലാണ് ഈ പറഞ്ഞ ഈമാനിൻ്റെ, നന്മയുടെ, തഖ്വയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് പ്രകടനപരതയുണ്ടാവില്ല, ഒച്ചപ്പാടുണ്ടാവുകയില്ല. ഇന്ന് ലോകത്ത് ഒച്ചപ്പാടിൻ്റെ കാലമാണ്. ചെയ്യുന്നതിനേക്കാളും 10 മടങ്ങ് വലുപ്പത്തിൽ പ്രകടിപ്പിക്കുവാനും കേൾപ്പിക്കുവാനുമുള്ള ത്വരയാണ്, ആഗ്രഹമാണ്, ആവേശമാണ് എല്ലാവരും. യഥാർത്ഥത്തിലുള്ള ഭക്തി അതിന് പ്രകടനങ്ങളില്ല, ശബ്ദാരവങ്ങളില്ല. ആ ഭക്തി ശാന്തമായിട്ട് മനസ്സിലിരിക്കും. എപ്പോഴാണ് ഒച്ചപ്പാടും ആരവങ്ങളും ഉണ്ടാകുന്നത്? ഉള്ളിൽ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ. ഉള്ളു പൊള്ളയാവുകയും പുറത്ത് കാണുന്ന ഈ പത്രാസിൽ മാത്രം ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അനാവശ്യമായ പ്രചരണ കോലാഹലങ്ങളും ശബ്ദങ്ങളും ഉണ്ടാകുന്നത്. യഥാർത്ഥ ദീനിന്, യഥാർത്ഥ ആത്മബോധത്തിന് ശബ്ദമില്ല. അതേസമയം മൗനമായിട്ട് അത് കാര്യങ്ങൾ സംസാരിക്കും. നമ്മളൊരു 500 രൂപയുടെ 10 നോട്ടെടുത്തിട്ട് ഒരു ഡപ്പിയിലിട്ട് കുലുക്കി നോക്കുക, ശബ്ദമുണ്ടാവില്ല, കുലുങ്ങുകയില്ല, ആരും ശബ്ദം കേൾക്കുകയില്ല. എന്നാൽ 1 രൂപയുടെ 5 നാണയം ഇട്ട് കുലുക്കിയാലോ അത് വലിയ ശബ്ദമുണ്ടാക്കും. മൂല്യം കുറയുമ്പോൾ ശബ്ദമുണ്ടാകും, മൂല്യം കൂടുമ്പോഴോ ഒരു ശബ്ദവും ഉണ്ടാവുകയില്ല. അതുതന്നെയാണ് ഈമാനിൻ്റെയും ആത്മബോധത്തിൻ്റെയും പ്രത്യേകത. അകത്ത് ഈ പറഞ്ഞ ഈമാനും ആത്മബോധവും നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അയാൾ എവിടെ പോയാലും ശബ്ദകോലാഹലങ്ങളില്ലാതെ ശാന്തനായി അയാൾക്ക് നിലകൊള്ളാൻ പറ്റും. അവിടെ എന്തെങ്കിലും കമ്മി വന്നാൽ, കുറവ് വന്നാൽ അത് പിന്നെ എല്ലാവരിലേക്കും പ്രസരിപ്പിക്കാനായി, എത്തിക്കാനായി അനാവശ്യമായ ശബ്ദകോലാഹലങ്ങൾ ലോകത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഈമാൻ, തഖ്വ, അതെല്ലാം തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു പൂർണ്ണ മനുഷ്യനായിട്ട്, പൂർണ്ണ അർത്ഥത്തിലുള്ള മുസ്ലിമായി ജീവിക്കുവാൻ നമുക്ക് പ്രേരകമാവണം. അതാണ് ശരീഅത്തിൻ്റെ നമ്മൾ പറഞ്ഞതിലേക്കുള്ള ഭാഗമായിട്ട് ഒരു കാര്യം. രണ്ടാമത്തേത് ഖുർആൻ പറയുന്നത് തിരിച്ചറിവാണ്. ലോകത്ത് ജീവിക്കുന്ന ഏത് മനുഷ്യനും അള്ളാഹു അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യങ്ങളിലേക്ക് പോകുന്നത്, തെറ്റുകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. എപ്പോഴാണ് തിരിച്ചറിവ് നഷ്ടപ്പെടുന്നത്? ഈ പറഞ്ഞ ആത്മബോധം ഇല്ലാതാകുമ്പോൾ, ഉള്ളു കാലിയാകുമ്പോഴാണ് തിരിച്ചറിവും നഷ്ടപ്പെടുന്നത്. തിരിച്ചറിവ് നഷ്ടപ്പെട്ടാലോ പിന്നെ തോന്നിയതെല്ലാം ആളുകൾ ചെയ്യും. അയാൾ എവിടേക്കാണ് പോകുന്നത് എന്നത് ആർക്കും പറയാൻ സാധിക്കുകയില്ല. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാനി തദക്കറു ഫഇദാഹും മുബ്സിറുൻ. യഥാർത്ഥ ഭക്തിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും പൈശാചികമായ ദുർബോധനം മനസ്സിലുണ്ടായാൽ അവർ പെട്ടെന്ന് തന്നെ തദക്കറു, ഒരു തിരിച്ചറിവ്, ഉൾക്കാഴ്ച ലഭിക്കും.
എനിക്കത് ചെയ്യാൻ പാടില്ല എന്ന് ആരോ ഒരു ഉൾവിളി അയാളുടെ മനസ്സിലുണ്ടാക്കും. അത് അവർക്കൊരു തബ്സിറത്ത് അല്ലെങ്കിൽ ബസീറത്ത്, ഉൾക്കാഴ്ചയായിട്ട് ബാക്കി നിൽക്കുകയും ചെയ്യും. അപ്പോൾ നാം ഉദ്ദേശിക്കുന്ന ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്ന തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ അക്കാദമിക് നിലവാരമൊന്നും വേണ്ടതില്ല, വലിയ പഠനങ്ങളും ഗവേഷണങ്ങളും ഒന്നും ആവശ്യമില്ല. ഒരു തെറ്റ് അബദ്ധത്തിൽ സംഭവിച്ചു, അത് പിന്നീടും ആവർത്തിക്കുക എങ്കിൽ അയാൾക്ക് തിരിച്ചറിവില്ല എന്നാണ് അർത്ഥം. തിരിച്ചറിവുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ ഒന്ന് സംഭവിച്ചു, അത് ആവർത്തിക്കാൻ പാടില്ല എന്ന ബോധമുണ്ടാകും. ഇപ്പോൾ ജീവിതത്തിൽ വരുന്ന എല്ലാ പരാജയങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ഒരു പാഠമെങ്കിലും പഠിക്കാൻ കഴിയണം. ആ പാഠമാണ് നമുക്ക് ഇവിടെ പറഞ്ഞ തദക്കുർ, തിരിച്ചറിവായിട്ട് ബാക്കി നിൽക്കുകയും ചെയ്യുന്നത്. ഖുർആനിൽ ആ വാക്കിൻ്റെ പല പരാമർശങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വിക്ർ എന്നത്. വിക്റുള്ള എന്ന് നമ്മൾ കേട്ടിരിക്കും. അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ, സ്മരണ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയുള്ളതൊക്കെ വിക്ർ തന്നെയാണ്, സംശയമില്ല. അത് ഉച്ചരിക്കുമ്പോൾ, മനസ്സുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ പുണ്യവും ലഭിക്കും. അവിടെയും റസൂൽ സല്ലല്ലാഹു വസല്ലം ഉദ്ദേശിക്കുന്നത് കേവലം സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിനേക്കാളേറെ അതൊരു തിരിച്ചറിവായിട്ട് മനസ്സിൽ നിൽക്കണം. സുബ്ഹാനല്ലാഹ് എന്ന് ഞാൻ പറയുന്നുവെങ്കിൽ ഈ പറഞ്ഞ ഒരു വിലക്കുകളും എനിക്ക് പാടില്ല എന്ന് മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ഓരോ വിക്റും കേവലം ഒരു മന്ത്രം, ഒരു തസ്ബീഹ്, ഒരു തഹ്ലീൽ എന്നതിനോടൊപ്പം ഈ പറഞ്ഞ മറ്റാർക്കും ലഭിക്കാത്ത ഈമാനിലൂടെ നമുക്ക് ലഭിക്കുന്ന തിരിച്ചറിവായിട്ട് ബാക്കി നിൽക്കണം. ആ രൂപത്തിൽ നല്ല ആത്മബോധവും നന്മയും തിന്മയും വേർതിരിച്ച് പ്രവർത്തിക്കുവാനുള്ള തിരിച്ചറിവ് നമുക്ക് ശരീഅത്തിലൂടെ, ഈമാനിലൂടെ ലഭിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളുടെ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന വ്യക്തിത്വവും പൂർണ്ണമാവുന്നത്. പലതരത്തിലുള്ള മാനദണ്ഡങ്ങളും ഒരാൾക്ക് വ്യക്തിത്വം വികസിപ്പിക്കാൻ കഴിയും, നേടിയെടുക്കാം. പക്ഷേ മുസ്ലിം എന്ന നിലക്ക് ഈ പറഞ്ഞ ഘടകങ്ങളാണ് നാം ആരാണ്, നാം എങ്ങനെയാണ്, നമ്മുടെ അകത്ത് എന്താണ് എന്നൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന നമ്മുടേതായ വ്യക്തിത്വം. അത് സൂക്ഷിക്കുവാനും പാലിക്കുവാനും ലഭിച്ചത് കേടുകൂടാതെ നിലനിർത്തുവാനും അള്ളാഹുവിന് വേണ്ടി ജീവിതം നീക്കിവെക്കുവാനും നമ്മൾ എല്ലാ സമയത്തും ശ്രദ്ധിക്കുക. മനസ്സിന് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഉന്നതമായ ആത്മബോധം നഷ്ടപ്പെടാതെയും നമ്മൾ ജീവിക്കുക. അള്ളാഹു നമ്മയെല്ലാം അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമ്മൾ പറഞ്ഞ വിക്ർ അല്ലെങ്കിൽ തിരിച്ചറിവ്, അതിലേക്ക് സൂചന നൽകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കാര്യവും കൂടി നമ്മൾ കേൾക്കുക. അദ്ദേഹം പറഞ്ഞു, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു കമസലിൽ ഹയ്യി വൽ മയ്യിത്തി. നമ്മൾ പറഞ്ഞ അള്ളാഹുവിനെ പറ്റി യഥാബോധമുള്ള, കൃത്യമായ ആത്മബോധമുള്ള ഒരു മനുഷ്യൻ, അങ്ങനെയൊന്നുമില്ലാത്ത തോന്നിയ പോലെ ജീവിക്കുന്ന മറ്റൊരാൾ, എങ്ങനെയാണ് ഈ രണ്ടുപേരെയും തുലനം ചെയ്യേണ്ടത്? റസൂലുള്ളാഹ് വളരെ ലളിതമായ ഒരു ഉപമയാണ് കൊടുക്കുന്നത്. ഒന്ന് ഹയ്യ്, ജീവനുള്ള, ജീവൻ്റെ തുടിപ്പുള്ള ഒരാൾ. അള്ളാഹു, പരലോകം, റസൂലുള്ളാഹ്, ഖുർആൻ എന്നൊക്കെ പറയുമ്പോൾ ഹൃദയം മിടിക്കുന്നത് പോലെ ജീവൻ്റെ തുടിപ്പ് അനുഭവപ്പെടുന്ന ഒരു മനുഷ്യൻ.
അതാണ് യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയായിട്ട് ബോധമായിട്ട് റസൂലുള്ളാഹി പറയുന്നത്. രണ്ടാമത് പറഞ്ഞതോ, ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള വകഭേദങ്ങളുമില്ലാതെ പടച്ചവനെന്നോ പരലോകമെന്നോ നമസ്കാരമെന്നോ ഒന്നും ചിന്തിക്കാതെ തോന്നിയ പോലെ ജീവിക്കുന്നവൻ ഒരു മയ്യിത്താണ്, മരിച്ച ആളെപ്പോലെയാണ്. മരിച്ച ആൾക്ക് ചേതനശക്തിയില്ല, വിവേചന ശക്തിയില്ല, കാണുകയില്ല, കേൾക്കുകയില്ല, ഒന്നും ചെയ്യുകയില്ല. അതുപോലെ തന്നെയാണ് ഈ രണ്ടാമനും. പറഞ്ഞിട്ട് കാര്യമില്ല, കാതുണ്ടെങ്കിലും കേൾക്കില്ല, ചിന്തിക്കുകയില്ല, എത്ര പറഞ്ഞാലും ഒരു തരത്തിലുള്ള പ്രതികരണ ശേഷിയുമില്ല. അപ്പോൾ മനുഷ്യന് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായേക്കാവുന്ന ഒരു വലിയ ദുരന്തത്തെ പറ്റിയാണ് റസൂലുള്ളാഹി പറയുന്നത്. ഏതാകുന്നു ആ ദുരന്തം? ജീവിക്കുന്നുണ്ട്, പക്ഷേ ആത്മാവില്ല. ജൈവപരമായ പ്രവർത്തനങ്ങളുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ആത്മാവ് എന്നോ മരിച്ചു പോയിട്ടുണ്ട്. ആ രൂപത്തിലുള്ള ഒരവസ്ഥ മനുഷ്യന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ആദ്യം പറഞ്ഞ പോലെ ആത്മഭാവവും നന്മയും തിന്മയും എപ്പോഴും തിരിച്ചറിയുവാനുള്ള തിരിച്ചറിയൽ ശേഷിയും ഉണ്ടാവണം. അത് പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളകം അല്ലെങ്കിൽ മനസ്സ് മരിച്ചു പോവാതെ വളരെ ലൈവായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവണം. അത് ലൈവാണ്, സജീവമാണ് എന്നറിയിക്കുന്ന ഒരു ഘടകമാണ് നമ്മൾ പറഞ്ഞ റൂഹിയത്ത്, ആത്മബോധം. അത് ഉപയോഗിച്ച് ഇടക്കൊന്ന് സ്പർശിച്ചാൽ അതുവരെ മയങ്ങിക്കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന എല്ലാത്തിനെയും ഉണർത്താൻ പറ്റും. നമ്മൾ കമ്പ്യൂട്ടറിൽ മറ്റും പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും ഒന്ന് റീഫ്രഷ് ചെയ്യാറുണ്ട്, ബട്ടൺ ക്ലിക്ക് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയാണത്? പുതുതായി ഒന്നും അതിലേക്ക് വരുന്നില്ല, ഒന്നുകൂടി തേച്ച് മിനുക്കി ജീവൻ കൊടുക്കാൻ. ആ ഒരു റീഫ്രഷിങ് സംവിധാനം നമ്മളുടെ മനസ്സിനും ആവശ്യമാണ്. വളരെ തിരക്കിലും പ്രതിസന്ധികളിലും സങ്കീർണതകളിലുമായിട്ട് ജീവിതം പോകുമ്പോൾ ഒന്ന് മനസ്സിനെ തട്ടി വിളിക്കാനുള്ള ഉപകരണമാണ് ഈ പറഞ്ഞ തഖ്വയും ആത്മബോധവും. അത് നമ്മൾ ഇടയ്ക്കിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് തന്നെ അതിൻ്റെ നല്ലൊരു ഇഫക്റ്റ്, ഫലം അനുഭവപ്പെടുന്നതായിട്ട് തോന്നുകയും ചെയ്യും. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഈമാനിൻ്റെയും ഭക്തിയുടെയും ഒക്കെ കുളിർമയും ചൈതന്യവും നിലനിർത്തി ജീവിക്കുവാൻ റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും തേനി എന്ന ജില്ലയിലെ കുറച്ച് പാവപ്പെട്ട സഹോദരന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് മുമ്പ് മാത്രം ഇസ്ലാമിലേക്ക് വന്ന ഏതാനും കുടുംബങ്ങളുള്ള ഒരു ഗ്രാമമാണ്. വളരെ പ്രയാസമാണ്, കണ്ണ് കാണാത്ത കുറേ ആളുകൾ അതിലുണ്ട്. ഇപ്പോൾ അവർക്കുള്ള പ്രശ്നം, മരിച്ചാൽ മയ്യത്ത് വെക്കാൻ ഒരു ഭൂമിയില്ല. അതുമായിട്ട് വലിയ പ്രയാസത്തിലാണ് അവർ ജീവിക്കുന്നത്. അവർ ഭൂമി വാങ്ങിയിട്ടുണ്ട്, ലക്ഷങ്ങൾ വില മതിക്കും, ഇനിയും കുറേ പൈസ അതിലേക്ക് വേണം. അതിനു വേണ്ടി നമ്മുടെ സദക്കകളും നല്ല മനസ്സും ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ വന്നത്. അത് നല്ല പുണ്യകർമ്മമാണ്. നമ്മുടെ സഹോദരന്മാരെ സഹായിച്ചു എന്ന ആ ഒരു മാനവികമായ മാനത്തിനപ്പുറം ഒരു ദീനീപരമായ കാര്യവും കൂടിയായിട്ടാണ് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ജുമയ്ക്ക് ശേഷം എല്ലാവരും പരമാവധി ഇതിലേക്ക് സ്വതക്ക ചെയ്യുക. അള്ളാഹു അവർക്കത് എളുപ്പത്തിൽ സാധിച്ചു കൊടുത്തു. നാം നൽകുന്ന സദക്ക അവൻ സ്വീകരിച്ചുകൊണ്ടും നമ്മെ അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും കഴിഞ്ഞു പോയ നമ്മുടെ സുഹൃത്തുക്കൾക്കുമൊക്കെ പടച്ചവനെ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണം. കുറച്ച് മുമ്പ്, ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഏതാനും ദിവസം മുമ്പ് ഗുണ്ടിൽപേട്ടയിലുണ്ടായ ഒരു അപകടത്തിൽ 3-4 പേര് ഒരുമിച്ച് മരിച്ചു. അതിലെ പല ബന്ധുക്കളും ഈ സദസ്സിലുണ്ട്. അവർക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ചികിത്സയിൽ കഴിയുന്ന
രോഗികളായി കഴിയുന്ന പലരുമുണ്ട്. അവർക്കെല്ലാം പടച്ചവൻ ശിഫ നൽകി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാരി യാ റബ്ബൽ ആലമീൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.